ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. നമ്മുടെ അടുത്തൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 ബീട്രൂട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി ഇതുപോലെ കുറച്ചൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ഒരു 1/4 കിലോ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല കളറുള്ള ടൈപ്പ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്ക് സ്വീറ്റിന് നല്ലൊരു കളറ് കിട്ടുക. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് തന്നെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് അരഞ്ഞു കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ അത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. അതിന് ശേഷം ഈ അടിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമുക്കതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. ആ ജ്യൂസ് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് അമർത്തിയിട്ട് ആ ജ്യൂസ് മുഴുവനായിട്ട് എടുക്കുക. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതി. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ബീട്രൂട്ടിൽ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ചെറിയ കണ്ണുള്ള അരിപ്പ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ജ്യൂസ് അരിപ്പയിൽ വെച്ചിട്ടാണ് അരിച്ചെടുത്തത്. എന്നാലും ചെറുതായിട്ട് ബീട്രൂട്ടിൻ്റെ തരികളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ തരികൾ മുഴുവനായിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ കണ്ണുള്ള അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അരിപ്പയിൽ ഒരു തുണി വെച്ചിട്ട് അങ്ങനെ അരിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നമ്മളിതിലേക്ക് 2 കപ്പ് വെള്ളമാട്ടോ ചേർത്തിരിക്കുന്നത്. ഈ ഒരു അളവിലാണ് വേണ്ടത്. ഇനി ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ കൂടുതൽ നല്ലത്. എന്നിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ ഈ അടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ സ്വീറ്റിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാട്ടോ ചേർത്തിരിക്കുന്നത്. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരുപാട് മധുരം ഉണ്ടാവില്ല, കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് ഉണ്ടാവുക. കൂടുതൽ മധുരം വേണമെങ്കിൽ 1/4 കപ്പോ 1.5 കപ്പ് വരെയൊക്കെ ചേർക്കാം. നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായിട്ട് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതായത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ചേർക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. കോൺഫ്ലോർ അടിയിൽ പോയിട്ട് അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. അതുപോലെ തന്നെ നമ്മളിത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണം. കോൺഫ്ലോർ നമ്മളിതിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ കാണിക്കുന്നത്. ഹൽവയൊക്കെ നമ്മളെപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ. പെട്ടെന്ന് ആവണമെന്ന് വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഹൽവയ്ക്ക് കറക്റ്റായിട്ട് ടേസ്റ്റ് കിട്ടില്ല. ഇത് കോൺഫ്ലോർ വെച്ചിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അരമണിക്കൂറിൽ തന്നെ നമുക്ക് ഈ ഹൽവ റെഡിയായി കിട്ടും. കുറച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ ഏതായാലും ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല. ഈ ഒരൊറ്റ ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഹൽവ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ആവശ്യം വരില്ല. അതിന് ശേഷം അത് ആ പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഹൽവയുടെ ആ മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക.
ഇതിനി നമുക്ക് സ്പൂൺ വെച്ചിട്ടൊക്കെ കഴിക്കാവുന്ന പരുവത്തിലാണ് വേണ്ടത് വെച്ചാൽ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷേ നമ്മളിത് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഹൽവ അതുപോലെ പാത്രത്തിൽ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലാദ്യം നമ്മൾ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാത്രം നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം കേട്ടോ. ഹൽവ റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് മാറ്റണം. എന്നിട്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ മേൽഭാഗത്തൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മളതൊരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ചൂട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കത്തിയുടെ മേലെയും കുറച്ച് നെയ്യൊന്നും ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അത് മുറിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ടുള്ള ഹൽവയാണ്. അതുപോലെ ഇത് കഴിക്കാനും അതെ അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ഹൽവ നമ്മൾ പെട്ടെന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നമുക്കത് പുറത്ത് തന്നെ വയ്ക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഒരാഴ്ച വരെയൊക്കെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഹൽവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്